ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് രാവിലെ നമുക്ക് ദേ തേങ്ങയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ വീട്ടിൽ. അത് കാരണം ദേ അച്ഛൻ കസാരയൊക്കെ ഇട്ട് അവിടെ ഇരിക്കുകയാണ്. തേങ്ങ ഇടുന്ന സമയമാകുമ്പോൾ പിന്നെ തേങ്ങ ഇട്ടില്ലെങ്കിൽ കാർത്തികനാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ കേട്ടോ. അവനറിയാം ഏത് സമയത്ത് തേങ്ങ ഇടണമെന്ന്. ഇതാ ഈ നോക്കി നിൽക്കുന്നത് എന്താണെന്ന് ഞാൻ പറയട്ടെ നിങ്ങളോട്. നമ്മുടെ റീൽസിലൊക്കെ പറയത്തില്ലേ, ഇതാ അങ്ങോട്ട് നോക്ക്, അതാണ് തേങ്ങ ഇടുന്നത് എങ്ങനെയാണെന്ന് കണ്ടു പഠിക്കുകയാണ് കേട്ടോ. വലുതാകുമ്പോൾ തേങ്ങ ഇടാൻ എന്നുള്ളതാണ് പുള്ളിക്കാരന്റെ ആഗ്രഹം. വിചിത്രമായ ആഗ്രഹം അല്ലേ, എന്ത് ചെയ്യാനാ. അങ്ങനെ പിന്നെ തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞ കേട്ടോ, ഇനിയിപ്പോ ഇത് പെറുക്കാന്നുള്ള ജോലിയാണ്. പിന്നെ ദേ ഓലയൊക്കെ അവിടെ ഇവിടെയും കിടക്കുന്നതൊക്കെ വെട്ടി കണ്ടിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മയ്ക്ക് ചോറ് വെക്കാനാണെന്ന്. ഞാൻ റൈസ് കുക്കറിലാണ് വെക്കുന്നത്, എന്നാലും ഇതൊക്കെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞപ്പോ ദാ ഇന്ന് രാവിലെ തേങ്ങ ഇടുന്ന സമയം കൊണ്ട് രാവിലെ അടുക്കളയിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് വിശന്നു ഗൈസ്. പുട്ടായിരുന്നു, പക്ഷെ എനിക്ക് പുട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ കഴിക്കുന്നത് ബ്രെഡും ബട്ടറുമാണ്. എനിക്ക് കുഞ്ഞിലേ മുതലേ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ് ബ്രെഡും ബട്ടറും. ഇതെല്ലാം ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ഒന്നും കിട്ടിയില്ലെങ്കിലും സാരമില്ല. ഇനി ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഇതെല്ലാം ഒരെണ്ണം കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ പതുക്കെ അവിടെ നിന്ന് ഞാൻ ആ ബ്രെഡും ബട്ടറും കഴിച്ചോട്ടെ. കൃതിക ഉണന്നില്ലായിരുന്നു. കഴിച്ചിട്ടാണ് പിന്നെ ഞാൻ ഇന്ന് പോയി കുളിച്ചത്. അങ്ങനെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ആ പുട്ടിനുള്ള തേങ്ങ ഇങ്ങനെ ചിരകി തിരുമി തിരുകി എന്താ വേണം, അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ ലാംഗ്വേജ് ഉണ്ട്. എന്ത് വേണേലും നിങ്ങൾക്ക് പറയാം. എന്നെ ഒന്നും പറയണ്ട, തേങ്ങ തിരുമുന്നതിന് എന്ത് വേണേലും പറയാം. പിന്നെ അതേ പുട്ട് വേണ്ടേ, ഇതാണ് ചിരട്ടപ്പുട്ടിന്റെ കുറ്റി. പിന്നെ അതേ കടലക്കറി, കറിയുടെ കടല എന്തിനാന്ന് ചോദിക്കരുത്, അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് എന്താ ഹോളിൽ വന്നപ്പോൾ ഈ ഫോട്ടോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഫ്രെയിം ചെയ്തതാണ് ഗൈസ്. അങ്ങനെ രണ്ട് ഫോട്ടോ നമ്മൾ എവിടെയോ ഒരു കല്യാണത്തിന് പോയപ്പോൾ എടുത്ത ഫോട്ടോ ആയിരുന്നു. അങ്ങനെ നമ്മളത് ഫ്രെയിം ചെയ്ത് നടുക്കിരിക്കുന്ന പാവയെ കണ്ടു. അത് കൃതികയുടെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് അല്ല, പാറു എവിടെയോ പോയപ്പോഴാണ് തോന്നുന്നു കൃതിക്ക് കൊണ്ടുവന്ന് കൊടുത്തതാണ്. അത് അവിടെ തന്നെ വെച്ചേക്കാണ് ഒരു ഭംഗിക്ക്. അങ്ങനെ പിന്നെ രാവിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം പിന്നെ ചുമ്മാ ആലപ്പുഴ വരെ ഒന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. ചേട്ടനും മോനും കൂടെ സ്കൂട്ടറിൽ പോയി. പാറു കൊണ്ട് കേട്ട് നമ്മുടെ കൂടെ. ചുമ്മാ പോകുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ചുമ്മാ പോലെ റിലയൻസ് മോൾ വരെ പോകുന്നത്. കാർത്തിക്കിന്റെ പോസ്റ്റ് ഒക്കെ ഉണ്ട്. കാറിൽ കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര ആവിയായിരുന്നു, ചൂട്. അങ്ങനെ തന്നെ ചേട്ടൻ രാവിലെ മേടിച്ച് സ്പ്രൈറ്റ് വണ്ടിയുടെ തരുന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷെ എങ്ങനെയാണ് ഈ രണ്ട് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് നമുക്ക് കുടിക്കാൻ തരുമോ? തരത്തില്ല, അവർ തന്നെ കുടിക്കുക. എന്നാലും കുറച്ച് ഞങ്ങൾക്കും തന്നു കേട്ടോ. അത് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഗ്യാസ്. കുറേ നാളായി ഗൈസ് സ്പ്രൈറ്റ് കുടിച്ചിട്ട്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വീഡിയോസിലൊക്കെ ഇങ്ങനെ കുടിക്കരുത് എന്നൊക്കെ കാണുന്നത് കൊണ്ട് ഞാനിപ്പോൾ അധികം അങ്ങനെ കുടിക്കാറില്ല. ഇവർക്കും അങ്ങനെ കൊടുക്കാറില്ല. ദൈവമേ, ഈ സ്പ്രൈറ്റും സെവനപ്പും കോക്കോക്കോള കമ്പനിക്കാർ വലിയ വീഡിയോ കാണുവാണെങ്കിൽ എന്ത് ചെയ്യും ഞാൻ? എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. എന്നാലും ഒരുപാട് കുടിക്കാറില്ല, വല്ലപ്പോഴും. ഇപ്പം വല്ലപ്പോഴും പോലും ഞാൻ കുടിക്കാറില്ല. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നേരെ വണ്ടി വിട്ട് ചായ കുടിക്കാൻ കയറി. റിലയൻസ് മോളിൽ പോയാൽ പിന്നെ ചായ കുടിക്കാൻ വേറെ എങ്ങും പോകണ്ട, നമ്മുടെ മദ്രാസ് വെജിറ്റബിൾസിൽ പോയാൽ മതിയല്ലോ. അവിടുത്തെ സമോസ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നിങ്ങൾ പോണേ കഴിക്കണം. അങ്ങനെ കാർത്തിക് വിശാലമായിട്ട് മെനു നോക്കണം. മെനു നോക്കുന്നെങ്കിലും അവൻ കഴിക്കുന്ന ഒന്നുകിൽ ഏത്തക്കാപ്പോ ഐസ്ക്രീമും പേടയും. പിന്നെ അത് കഴിഞ്ഞ് ഐസ്ക്രീം മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഐസ്ക്രീം കഴിക്കുകയാണ് കേട്ടോ. പിന്നെ കൃതിക്ക് അത് തന്നെ, അപ്പൊ കൃതിക്ക് ഐസ്ക്രീം മതിയെന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടും സത്യത്തിൽ വരുന്നത് ഐസ്ക്രീമും ജ്യൂസും കുടിക്കാനാണ് ഗൈസ്. എന്താണ്, ഫുഡ് കഴിക്കാനേ അല്ല. നമ്മൾ ചായയും പിന്നെന്താ സമൂസയും ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ ഐസ്ക്രീമാണ് കഴിച്ചത്. എന്തോ എനിക്കറിയാൻ വയ്യ, ഇവരങ്ങനെയാണ്. പിന്നെ ഇപ്പൊ ചോദിക്കും ഞാൻ വളർത്തിയത് ഞാനല്ലേന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ നല്ലപോലെയാണ് വളർത്തിയത്. പക്ഷെ നിങ്ങൾ രണ്ടും ഫുഡ് കഴിക്കത്തില്ല ഗൈസ്, ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ പിന്നെ സമൂസയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കൗണ്ടറിൽ ചെന്നപ്പോൾ അതാ എൻ്റെ കണ്ണ്. ഞാൻ സത്യത്തിൽ ഇവിടെ വരുന്നത് ഇവിടുത്തെ റവ ലഡു നിങ്ങൾ കഴിക്കണം. നിങ്ങൾ കഴിച്ചിട്ടില്ലേ, വാങ്ങിച്ച് കഴിക്കണം. മൈസൂർ പാക്കും റവ ലഡു. എന്താ രണ്ടുപേര്, കൃതിയൊക്കെ ഇഷ്ടമുള്ളത് കൃതി എടുത്തപ്പോൾ കാർത്തിക്കിന് പേട വേണമെന്ന് പറഞ്ഞിട്ട് കാർത്തിക്ക് വഴക്കാണ്. മധുരം കൂടുതലായതുകൊണ്ട് ഞാൻ പിന്നെ 2-3 റവ ലഡു മാത്രമേ എടുത്തുള്ളൂ. അങ്ങനെ പിന്നെ അവിടെ നമ്മൾ നേരെ വണ്ടി എടുത്തുകൊണ്ട് റിലയൻസ് മോളിൽ ചെന്ന് കേട്ടോ. പേട വാങ്ങിച്ചു കൊടുക്കാത്തതിൻ്റെ സങ്കടത്തിലാണ് ഇപ്പോഴും കാർത്തിക് ഇരിക്കുന്നത്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ മുകളിൽ ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ പെട്ടിയൊക്കെ അടുക്കി വെക്കുന്നു. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താണ്, പിന്നെ ഇനി നമ്മൾ ഇവരെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഒരു ഭയങ്കര ടാസ്ക്കാണ്. എന്നാലും നമ്മളെ യാത്രകളിലെല്ലാം നമ്മൾ കുട്ടികളെ കൊണ്ട് ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പോഴൊക്കെയല്ലേ അവരുടെ പിന്നാലെ ഇങ്ങനെ ഓടാൻ പറ്റത്തുള്ളൂ. അവർക്കൊരു 10-15 വയസ്സൊക്കെ കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഓടാൻ പറ്റും. അപ്പം നമ്മൾ വിചാരിക്കും ഇങ്ങനെ നൊസ്റ്റാൾജിയ അടിച്ചിരിക്കും പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത്. അങ്ങനെ പിന്നെ ചേട്ടൻ ഈ ഒരു ഷർട്ട് എൻ്റെ തന്നിട്ട് ട്രയൽ റൂമിൽ കയറി വേറെ ഏതോ ഒരു ഷർട്ട് ഇട്ട് നോക്കാൻ. ഷർട്ടിൻ്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ എന്തോ ലൂസാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇത് എടുത്തില്ല കേട്ടോ. എനിക്ക് ഈ കളർ ഇഷ്ടമാണ്. എന്താണിത്, ബോട്ടിൽ ഗ്രീൻ? നോ, കരിഞ്ഞ പച്ച. നോ, ഐ ഡോണ്ട് നോ.
നിങ്ങൾ തന്നെ പറയുന്നത് കളറാണെന്ന്. പിന്നെ അതെ കൃതിയയ്ക്ക് 2-3 പാവ കിട്ടിയപ്പോൾ കൃതിയ ഹാപ്പിയായി. ഇനി ഇത് ബില്ലടിക്കാൻ പോകുമ്പോൾ നമ്മൾ മാറ്റി വെക്കും. എന്താണ് വാങ്ങിച്ചു കൊടുക്കാത്തതെന്ന് മാത്രം നിങ്ങൾ ചോദിക്കരുത്. വീട്ടിൽ ഇനി പാവ വെക്കാൻ സ്ഥലമില്ല ഗൈസ്. ഇവിടെ ഇരിക്കുന്ന പാവയ്ക്കെല്ലാം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ചിലത് പാവയാണെന്ന് നമ്മൾ എഴുതി ഒട്ടിച്ച് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കാണുന്നവർക്ക് പാവയാണെന്ന് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഓടിക്കുഴഞ്ഞു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ നാഗവല്ലിയെ തളച്ചു. ദേ ഇവിടെ ഇങ്ങനെ സ്ഥാപിച്ചു. അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടിയത്. പിന്നെ വേണ്ട ഞാൻ ഇതിൽ ഒരു കിറ്റ്കാറ്റ് എടുത്തു. കുറേ നാളായി കിറ്റ്കാറ്റ് കഴിച്ചിട്ട്. പിന്നെ അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു റൗണ്ടും കൂടെ ലേഡീസിൻ സെക്ഷനിൽ പോയിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ അവിടെ കിടക്കുന്നതൊക്കെ നല്ലതായിരിക്കും. പക്ഷെ ഞാനൊന്നും വാങ്ങിച്ചില്ല. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നോക്കിയപ്പോൾ ഇതിന്റെ നെക്ക് കണ്ടു ഫ്രണ്ടിൽ ഭയങ്കര ഡീപ്പായിരുന്നു. അത് പിന്നെ എടുത്തതുപോലെ അവിടെ തന്നെ വെച്ചു. പിന്നെ നമ്മുടെ ക്ഷീണം മാറ്റുന്നത് ഞാൻ സത്യത്തിൽ റിലയൻസ് മോളിൽ വരുന്നത് എന്തിനാണ് നിങ്ങളോട് പറയാൻ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ ഒരു അമൂൽ കൂളിന്റെ ജ്യൂസ് കുടിക്കാനാണ്. എൻ്റെ കൈ ഇരിക്കുന്നുണ്ടോ? ഞാൻ എവിടെ പോയാലും സാധാരണ ഈ ഒരു അമൂൽ കൂൾ എനിക്ക് കിട്ടാറില്ല. അവരവർക്ക് ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അമൂൽ കൂൾ എടുത്തു. കാർത്തിക്ക് ബൂസ്റ്റ് എടുത്തു. പിന്നെന്താ കൃതിയെ ഏതോ ഒരെണ്ണം എടുത്തു. ഞാൻ ഇതേലെ 2-3 കുപ്പി വാങ്ങിച്ചു. എനിക്ക് ഇത് തന്നെ ധാരാളം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ഇത്. ഞാൻ ആന്ധ്രയിലായിരുന്നപ്പോൾ തൊട്ട് എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ലിഫ്റ്റിൽ കയറിയത് രാത്രി വീട്ടിലോട്ട് പോവാണ് ഗൈസ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 8-8:30 ആയി കാണും. നമ്മൾ വീട്ടിലെത്തി. പിന്നെ അങ്ങനെ വാങ്ങിച്ച സാധനങ്ങളെല്ലാം നിരത്തിയിട്ടു. ഇതാണ്ട് ഇനി ഇതെല്ലാം എന്താണ് എല്ലാം ടിന്നുകളിലും പാത്രങ്ങളിലും ഒക്കെ അതിനിടയിൽ നമ്മൾ പൂരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നാളെ നമുക്ക് പൂരിയും ഗ്രീൻ പീസ് കറിയാണെന്നുള്ള പ്ലാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പൂരി എടുത്തത്. പിന്നെ ഇത് അച്ഛന് ചോറ് കൊടുക്കാൻ വേണ്ടി ചോറ് ചൂടാക്കുകയാണ്. പിന്നെ അപ്പം തന്നെ ഞാൻ പഞ്ചസാര തീർന്നിട്ടുണ്ടായിരുന്നു. കൈയോടെ ആ പഞ്ചസാരയൊക്കെ ടിന്നിൽ കുടഞ്ഞിട്ടു. ഇതെല്ലാം ചെയ്യുന്നത് കൃതിയേനെ ഉറക്കിയിട്ട് വന്നിട്ടാണ് കേട്ടോ. ഇല്ല കൃതിയ ഉള്ളപ്പോൾ എനിക്ക് പറ്റത്തില്ല. പിന്നെ വറ്റൽ മുളക് ഇതൊക്കെ ഇനി ടിന്ന് കഴുകിയിട്ട് വേണം ഉണക്കിയിട്ട് വേണം ഇടാൻ. അതുകൊണ്ട് ഞാൻ തൽക്കാലം അതിട്ടു. പിന്നെ അവർ രണ്ടുപേരും ഉറങ്ങുന്ന സമയം കൊണ്ട് ഞാൻ ഈ കട്ട് കഴിക്കുന്നത് എന്താണെന്ന് അറിയാം ലഡു. ഗൈസ് ഒരു കാര്യം പറയട്ടെ, ഞാനൊരു വലിയ ഫുഡി ഒന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഫുഡിയാണെന്ന് ആരെങ്കിലും വിചാരിച്ചാലും നമുക്കൊന്നുമില്ല. എന്നാലും എനിക്കിഷ്ടം ബ്രെഡ് സ്വീറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ജ്യൂസ് പിന്നെന്താണ് കോഫി, ഇതൊക്കെയാണ് എനിക്കിഷ്ടം. അങ്ങനെ പിന്നെ എല്ലാം മടി പിടിച്ചിട്ട് എല്ലാം തട്ടിക്കൂട്ടി എല്ലാം കൂടെ ഒരു ടിന്നിലൊക്കെ ആക്കി വെച്ചു ഗൈസ്. രാവിലെ ഇനി കുറച്ച് ജോലിയുണ്ട്. ടിന്നെല്ലാം കഴുകി ഉണക്കി അതിലിട്ട് വെക്കണം. പിന്നെ അതിൽ കിടന്ന കുറച്ച് വേസ്റ്റൊക്കെ ഞാൻ കളഞ്ഞിട്ട് എല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ട് തന്നെ ഇട്ട് വെച്ചു. പിന്നെന്താ ശർക്കര കിട്ടിയില്ലായിരുന്നു. അതിന് പകരം നമുക്ക് ശർക്കരയുടെ പൊടിയാണ് കിട്ടിയത്. എന്തെങ്കിലും ആട്ടെ, കിട്ടിയില്ലെങ്കിൽ പിന്നെ കാർത്തിക് എന്നെ ഏറി കയറ്റി. അവൻ ഇലയടയുടെ ആളാണ്. ഇലയട അല്ലേ, അങ്ങനെയൊക്കെ പല പേരുകളുണ്ട്. ഓരോ ജില്ലയിലും ഓരോ ലാംഗ്വേജുകളാണ് അല്ലേ. നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കൃതിയുടെ സംഭാഷണം കേൾക്കാം കേട്ടോ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ സ്ഥിരം കൃതിയ എൻ്റെ കൂടെയാണ് ഉള്ളത്. അതുകൊണ്ട് മിക്ക എൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്ന വീഡിയോസിലും നിങ്ങൾക്ക് കൃതിയുടെ ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ പിന്നെ എല്ലാം ടിന്നിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞപ്പോൾ അതാണ്ട് ഒരാശ്വാസം കിട്ടി ഗൈസ്. കണ്ടോ, ഇതാണ് അപ്പം നമ്മുടെ കിച്ചൺ ഓർഗനൈസേഴ്സ്. അങ്ങനെ ഈ ഒരു ടിന്ന് മാത്രം കാലി അതിലിട്ട് വെക്കാൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നത്